ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. വാർത്തയുടെ മറ്റ് വിവരങ്ങളിലേക്ക്. സിനിമാ മേഖലയിലെ സമഗ്ര നയരൂപീകരണത്തിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച കേരള സിനിമാ പോളിസി കോൺക്ലേവ് സമാപിച്ചു. സമഗ്ര സിനിമാ നയം 3 മാസത്തിനകം ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരും മലയാള സിനിമാ രംഗത്തെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുത്തു. ചർച്ചകളിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച സിനിമാ നയം രൂപീകരിക്കും. കേരള സിനിമ പോളിസി കോൺക്ലേവിന് ബാക്കപ്പ് ഇനിയുള്ളത് എഡിറ്റിങ്ങും മിക്സിങ്ങും ഡബ്ബിങ്ങും ഒക്കെയാണ്. 3 മാസത്തിനകം സമഗ്ര നയരൂപീകരണം റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ. സിനിമാ പ്രദർശനത്തിന് കാത്തിരിക്കുന്നത് പ്രേക്ഷകരെങ്കിൽ സർക്കാർ സിനിമാ നയത്തിന് ഒരു സംസ്ഥാനത്തെ പ്രമുഖ കലാമേഖലയാണ് കാത്തിരിക്കുന്നത്. കേരളത്തിലെ സിനിമാ മേഖലയെ അടിമുടി മാറ്റുന്നതാണ് സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ കരട്. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയെ ഓർക്കാതെ വയ്യ. അടൂർ സാറ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും SC/ST പിന്നോക്കം ഇവർക്കെല്ലാം എല്ലാ മേഖലയിലും പ്രത്യേക പരിശീലനം നൽകാനുള്ള പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അന്നത്തെ രൂപത്തിൽ മാത്രമല്ല ഇന്നത്തെ രൂപത്തിലും ഒരു തരത്തിലുള്ള തെറ്റുകളും അംഗീകരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള നിലപാടുകളും നടപടികളുമാണ് ഈ കോൺക്ലേവിന്റെ മുഖ്യമായ പ്രഖ്യാപനം. തിയേറ്ററുകളിലെ പോപ്കോണിന്റെ വില കുറയ്ക്കണമെന്നതിൽ തുടങ്ങി ഷൂട്ടിംഗ് സ്ഥലത്തുൾപ്പെടെ ലിംഗസമത്വവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ വരെ നീണ്ട ചർച്ചകൾ. ഓരോന്നിലും ഉയർന്നത് വ്യത്യസ്ത അഭിപ്രായ നിർദ്ദേശങ്ങൾ. അവയെല്ലാം ക്രോഡീകരിച്ചാണ് സിനിമാ നയം രൂപീകരിക്കുക. സിനിമാ നയത്തിന് പൂർത്തീകരണം വരുമ്പോൾ അത് ടെലിവിഷൻ നയം കൂടി ഉൾപ്പെടുത്തിയായിരിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കുന്നു. നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കുകയാണ് പ്രാധാന്യം. വാണിജ്യ കലാരൂപം എന്നതിലുപരി മറ്റേത് ഭാഷകളോടും ഒരുപക്ഷെ അവയ്ക്ക് ഒരു പിടി മേലെ മൂല്യമേറിയ ചലച്ചിത്രങ്ങൾ ഇറങ്ങുന്നത് നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ നിന്ന്. എല്ലാ തലത്തിലും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന മികച്ച ഫിലിം ഇൻഡസ്ട്രിയാക്കാനുള്ള മലയാള സിനിമയുടെ യാത്രയ്ക്ക് കരുത്തു പകരുന്നതാകട്ടെ സർക്കാരിൻ്റെ സിനിമാ നയം. അതിനായി കാത്തിരിക്കാം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.